ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഇൻട്രോ തന്നെ ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പോൾ തത്തേനെ അറിയുന്നവരൊക്കെ കാണുമല്ലോ, ഇത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളെ പറ്റി ഞാൻ വീഡിയോസിലൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അവൾക്കിനി ഒരു ഇൻട്രോയുടെ കാര്യം ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ പിടിയിട്ട് കാണുമല്ലോ. എന്തായാലും ഞാൻ പറയാം, ഞങ്ങളൊരു കല്യാണത്തിന് പോയതാണ്. അപ്പോഴും ഞാൻ അറിഞ്ഞില്ല അവളവിടെ ഉണ്ടെന്ന്, അവളവിടെ ഞാനുണ്ടെന്ന് അവളും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലാഗ് എടുപ്പിക്കാതെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു വെഡിങ് റിസപ്ഷന് പോവാട്ടോ. അപ്പോൾ തലേ ദിവസത്തെ റിസപ്ഷനാണ്. ആദ്യം പോകാനായിട്ട് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിറ്റേ ദിവസം കല്യാണത്തിന് പോകാമെന്നൊക്കെ പറഞ്ഞാണ് നിന്നത്. പിന്നെ പെട്ടെന്നാണ് ഞങ്ങളുടെ പ്ലാനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നത്തെ ദിവസം നല്ല മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മടിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ പ്ലാൻ മാറ്റി നാളെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. മഴയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനുണ്ട്, അമ്മ, പ്രശാന്ത് അങ്കിൾ, സരി ചേച്ചി ഫാമിലി എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഡിറ്റോറിയം ഇവിടെ കൊട്ടിയത്ത് തന്നെയാണ്, നമുക്ക് വേഗം പോയി വരാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആശിക്കുട്ടൻ കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ആശിക്കുട്ടന് ഒരുപാട് പേര് ലൈവിലൊക്കെ വരുമ്പോഴത്തേക്ക് ചോദിക്കാറുണ്ട് ആശിക്കുട്ടൻ എന്തിയെന്നൊക്കെ. പക്ഷേ ഇരുട്ടത്ത് കൊച്ചിനെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആശിക്കുട്ടനും ഇപ്പോൾ കൂടെ ഉണ്ട്. അപ്പോൾ ദാണ്ടെ ഞങ്ങൾ അവസാനം ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയപ്പോഴത്തേക്ക് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ കുറേ സമയം ഞങ്ങളിങ്ങനെ പുറത്തു നിന്ന് കറങ്ങി. ഞങ്ങളവിടെ നിൽക്കുന്ന നേരം കൊണ്ട് ആശിക്കുട്ടൻ അവിടെ പോയി ഓരോ സ്നാക്സും ഐസ്ക്രീമും എല്ലാം ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പ്രശാന്തങ്ങൾ നേരെ പോയി കാറ് പാർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇനി അകത്തേക്ക് കയറാൻ പോകാട്ടോ. ഇതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി അകത്തേക്ക് കയറുവാണ്. ആശിക്കുട്ടൻ കണ്ടോ ഫ്രണ്ടിൽ പോവുകയാണ്. അവൻ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ നേരെ പോയി ഐസ്ക്രീമൊക്കെ മേടിക്കാൻ പോവുകയാണ്. അവൻ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ടേക്കാണ് നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറുവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇൻ്റർവ്യൂവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ തത്ത എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അറിയാതെ കണ്ടുമുട്ടിയതാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വരാൻ നേരം ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വീഡിയോയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ അവളെ കണ്ടിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പരിചയമുള്ള ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയാണ് അവളെ കണ്ടത് അവിടെ വെച്ച്. അപ്പോൾ ഇതാണ് ബ്രൈഡ്. അപ്പോൾ ബ്രൈഡിനെ ഒരിക്കലും നമ്മുടെ സരിത ചേച്ചി തന്നെ കേട്ടോ. അങ്ങനെ അവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് തിരക്ക് കുറഞ്ഞതിന് ശേഷം ഞങ്ങളിനി അങ്ങോട്ട് പോകാമെന്ന്. പിന്നെ ഇവിടെ സൈഡിൽ ഒരാൾ ഭയങ്കര ബിസി ആട്ടോ. വേറെ ഒന്നുമല്ല, ഐസ്ക്രീം എടുത്തിട്ട് അവൻ അത് എങ്ങനെ കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഏകദേശം അവിടെ ഇങ്ങനെ തിരക്കൊക്കെ കൊണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ടേക്ക് കയറി ചെല്ലാന്ന്. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്ന് ഞാൻ ലാസ്റ്റ് ആ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാമേ. പിന്നെ ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകുമായിരുന്നു. ഫുഡ് കഴിക്കാൻ പോകാൻ നേരം തത്ത നേരെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ ചോദിക്കുവാണ്, നീ എന്താ ഇവിടെ അതായത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പല്ലിൽ ബ്രേസസ് ഇട്ടെന്ന് പറഞ്ഞ് ഞാൻ ചിക്കൻ ഒന്നും മാറ്റി വെക്കത്തില്ല കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ഇട്ടിട്ട് ചിക്കൻ കഴിക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം തന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യമേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കണമെന്ന്. ഈ കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഗൗണാന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ എടുക്കും. ഞാൻ ഇനി എങ്ങനെ കറങ്ങണം ഇങ്ങനെ കറങ്ങണമെന്നൊക്കെ ആളതിൻ്റെ ഇടയിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെ കുറേ വീഡിയോസ് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് എടുത്തു. പിന്നെ അതിനുശേഷം പറഞ്ഞ് ഇനി എനിക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തുക, സിംഗിളായിട്ട് ഫോട്ടോ എടുത്തതെന്ന് അവർക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. എന്തായാലും അവളിപ്പോഴേ പോകത്തില്ലെന്ന് തന്നെ, അവളുടെ നല്ല ക്ലോസ് റിലേറ്റീവ് ആട്ടോ. അതുകൊണ്ട് തന്നെ ആളിനിപ്പം കുറച്ച് സമയം ഇവിടെ കാണും. പിന്നെ ഇനി നാളെ കല്യാണത്തിന് വരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആൾ പെയ്യായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തത്തേനെ എൻഗേജ്മെൻറ്റിന് വന്ന ആ ഒരു വീഡിയോസിലൊക്കെ ഞാൻ എൻഗേജ്മെൻറ്റ് വീഡിയോയിലൊക്കെ അവളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. തത്തേനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ അല്ലാതെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഒരുമിച്ച് കണ്ടാൽ എന്നോട് എപ്പോഴും പറയും ഫോൺ കയ്യിലുണ്ടോ, വീഡിയോ എടുക്കാമെന്നുണ്ട്. ആൾ ഭയങ്കര സപ്പോർട്ടീവ് കേട്ടോ. എപ്പോഴും പറയും വീഡിയോ എടുക്കണം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വീഡിയോസിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്നോട് എപ്പോഴും പറയും. ഇന്ന് തന്നെ കണ്ടപ്പോഴത്തേക്ക്, അതായത് ഈ കല്യാണത്തിന് വെച്ച് കണ്ടപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞതാണ് ഈ വീഡിയോ എടുക്കുക എല്ലാം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ സമയം സംസാരിച്ച് നിന്ന് അതിനുശേഷം അമ്മയും സരിചേച്ചിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ തത്തയും കയറിപ്പോയി. അവളിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവളിന് കുറച്ച് ലേറ്റായിട്ട് പോകത്തുള്ളൂ. ഇനി അവൾക്ക് നാളെ കല്യാണത്തിനൊക്കെ വരണം. പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങാൻ നിന്നത്തേക്ക് സരിചേച്ചിയും പ്രശാന്തങ്ങളും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ എന്തായാലും ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ ആശിക്കുട്ടൻ പോയി വീണ്ടും എന്തൊക്കെയോ തപ്പിപ്പിടിക്കാൻ പോയേക്കുവാണ് കേട്ടോ. അവന് ഇഷ്ടമുള്ള എന്തൊക്കെയോ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തു. ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ചിലതൊക്കെ അങ്ങ് വിട്ടുമെങ്കിലും മാക്സിമം ഞാൻ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് അവിടുന്ന് ഫോട്ടോസ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.